ഫസ്റ്റ് ഓഫ് ഓൾ മതേതര ഗദ്യം എന്താണ്? മതേതര ഗദ്യം അതാണ് ഈ സെക്യുലർ പ്രോസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത്രയും കാലഘട്ടത്തിനൊടുവിൽ നമ്മൾ ഒരുപാട് കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാലഘട്ടത്തിനൊടുവിൽ എന്താണ് ഇത്രയും കാലഘട്ടത്തിൽ ഈ മതേതര ഗദ്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രീതിക്കും ഓരോ തരത്തിലും ഓരോ എഴുത്തുകാര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മതേതര ഗദ്യം അഥവാ സെക്യുലർ പ്രോസ്. ഓക്കെ, സോ നമുക്ക് അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ന കാലഘട്ടത്തിൽ ഇത്ര പേര്, അതായത് ഇത്രയും ഓതേഴ്സ്, അവരുടെ വർക്ക്സുകള്, അതിൽ ഈ മതേതര ഗദ്യത്തിന്റെ അംശം എത്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കാൻ പോകുന്നത്. അതായത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ മാത്രമുള്ള ലെസൺ ഒന്നും അല്ലാതെ കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്, കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, മേജർ ആയിട്ടുള്ള കുറച്ച് ഓതേഴ്സും അവരുടെ മേജർ വർക്ക്സുകളും ഉണ്ട്. ഇത്തരത്തിൽ നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത്രയ്ക്ക് നമ്മൾ പറയാനില്ല, നമുക്ക് ഈ കുറച്ച് ഓരോ എക്സാമ്പിൾസ് അങ്ങോട്ട് പറഞ്ഞു പോവാം. ഓക്കെ, സോ നമുക്ക് നോക്കാം മതേതര ഗദ്യം. ആദ്യം തന്നെ 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ, ഓക്കെ, 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രോസ് അഥവാ എഴുതപ്പെട്ടിട്ടുള്ള ഗദ്യം ഏത് തരത്തിൽ തന്നെയായിരുന്നു? അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺസ് ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രോസിന്റെ അതേ സെയിം സ്റ്റൈൽ തന്നെയായിരുന്നു ഈ 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ ഇറക്കപ്പെട്ട ഗദ്യം എന്ന് പറയുന്നത്. അതായത് അതെന്തായിരുന്നു? ഹോമിലിറ്റിക് ആയിരുന്നു, അതുപോലെ തന്നെ ഡയാക്റ്റിക് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ആംഗ്ലോ സാക്സണിന്റെ ഗദ്യത്തിന്റെ ഒരു പ്രത്യേകത, അതായത് ഡയറക്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ്? ആൾക്കാരിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അതായത് ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു രീതി ഒന്നും ആയിരുന്നില്ല ആംഗ്ലോ സാക്സൺസ് ഉള്ളത്. പൊളൈറ്റ് ആയിട്ട് മയത്തിൽ പറയുന്ന രീതി ഒന്നും ആയിരുന്നില്ല ആംഗ്ലോ സാക്സൺസിന്റെ പ്രോസിൽ ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നടിച്ചു പറഞ്ഞു പോകുന്ന അതേ സെയിം രീതി തന്നെയായിരുന്നു ഈ 13ഉം, അതായത് 13ഉം 14ഉം നൂറ്റാണ്ടിലുള്ള പ്രോസിന് ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? സോ ആദ്യം തന്നെ അത് മനസ്സിലാക്കി വെക്കാം. ഇത്തരത്തിലുള്ള കുറച്ച് പ്രോസുകൾ, ഇത്തരത്തിൽ ഈ ആംഗ്ലോ സാക്സൺസിന്റെ സെയിം ഇതേ രീതിയിലുള്ള എഴുതപ്പെട്ടിരുന്ന പ്രോസുകളെ മുഴുവനായിട്ടും നമ്മൾ വിളിക്കുന്ന പേരാണ് കാതറിൻ ഗ്രൂപ്പ്. എന്താണ്? കാതറിൻ ഗ്രൂപ്പ്. ഈ പ്രോസുകളൊക്കെ ഹൈലി റിലീജിയസ് ആണ്. ഓക്കെ, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ യൂണിറ്റിൽ എന്താ നോക്കുന്നത്? സെക്യുലർ പ്രോസുകളെ കുറിച്ചല്ലേ. അപ്പൊ അത്രയും മതം അല്ലെങ്കിൽ മതത്തിനെ ഇങ്ങോട്ട് ആരാധിക്കുന്ന തരത്തിലുള്ള, മതത്തെ അങ്ങോട്ട് പൊക്കി വിടുന്ന അത്തരത്തിലുള്ള പ്രോസുകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള പ്രോസുകളെ നമ്മൾ മുഴുവനായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? കാതറിൻ ഗ്രൂപ്പ് എന്ന്. ഓക്കെ, ഈ കാതറിൻ ഗ്രൂപ്പിൽ എപ്പോഴും 3 വെർജിൻ ആയിട്ടുള്ള സെയിന്റുകൾ ഉണ്ടാവും. ഓക്കെ, ആ 3 പേരുടെ പേരാണ് ഒന്ന് കാതറിൻ, മറ്റൊന്ന് മാർഗരറ്റ് ആൻഡ് മറ്റൊന്ന് ജൂലിയാന. ഇത്തരത്തിൽ ഈ 3 സെയിന്റുകളുടെ, വിർജിൻ ആയിട്ടുള്ള സെയിന്റുകളുടെ സ്റ്റോറി ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. എന്തിനാണ് ഈ സ്റ്റോറികൾ കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിയാൽ, വിർജിനിറ്റിയുടെ മഹത്വം ഇവരെന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. വിർജിനിറ്റിനെ പ്രൈസ് ചെയ്യുകയാണ്, വിർജിനിറ്റിനെ ഇങ്ങോട്ട് ആരാധിച്ച്, അത് അത്രയും നല്ല കാര്യമാണ് വിർജിനിറ്റി. സോ അതിനിങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? അത്രയും മഹത്തരമായ ഒരു കാര്യമായിട്ട് കാണുക എന്നതാണ് ഈ വർക്കുകളുടെ അഥവാ ഈ പ്രോസുകൾ അഥവാ ഈ കാതറിൻ ഗ്രൂപ്പ് ഓഫ് പ്രോസുകളുടെ ഉദ്ദേശം. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
കുറച്ച് ഒബ്ജക്റ്റീവ്സ്, കുറച്ച് ഓതേഴ്സും അവരുടെ വർക്ക്സുകളൊക്കെയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. സ്കെയിൽ ഓഫ് പെർഫെക്ഷൻ ആൻഡ് ക്ലൗഡ് ഓഫ് അൺനോയിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസ് ഉണ്ട്. ഈ പ്രോസ് നമുക്ക് റെപ്രസെന്റ് ചെയ്തത് ആരാണ്? വാൾട്ടർ ഹിൽട്ടൺസ് ആണ്. ഈ പ്രോസിന്റെ യഥാർത്ഥ ഓതർ ആരാന്നൊന്നും നമുക്കറിയില്ല, അനോണിമസ് ആണ്. പക്ഷെ അത് റെപ്രസെന്റ് ചെയ്തത് ആരാണ്? അതായത് വാൾട്ടർ ഹിൽട്ടൺ ആണ്. അതായത് സ്കെയിൽ ഓഫ് പെർഫെക്ഷൻ ആൻഡ് ക്ലൗഡ് ഓഫ് അൺനോയിങ്. ഇതെന്താണ്? ഇതൊരു മിസ്റ്റിക്കൽ വർക്ക് ആണ്. ഓക്കെ, ഇതൊരു മിസ്റ്റിക്കൽ വർക്ക് ആണ്. അതേപോലെ തന്നെ ഇതെന്താണ്? ഒരേപോലെ തന്നെ ഹൈലി റിലീജിയസ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം 16 റെവലേഷൻ ഓഫ് ഡിവൈൻ ലവ്. ഈ ഒരു വർക്ക് ഉണ്ട്, അതായത് ജൂലിയാന നോർവിക്കിന്റെ. ഓക്കെ, ജൂലിയാന നോർവിക്ക് എന്ന ആ ഒരു ഓതറിന്റെ വർക്കാണിത്. ഇതിലും തീർച്ചയായിട്ടും ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡെപിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നിക്കോളാസ് ലവിന്റെ. ഓക്കെ, നിക്കോളാസ് ലവിന്റെ ദി മിറർ ഓഫ് ദി ബ്ലെസ്ഡ് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ പേരിൽ തന്നെ ഉണ്ട് അത്രയും മഹത്തരമായ, അത്രയും റിലീജിയസ് ആയിട്ടുള്ള വർക്കുകളാണൊക്കെ. സോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കും എന്ത് തന്നെയാണ്? ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയത്തക്ക വണ്ണമുള്ള സെക്കുലർ പ്രോസിന്റെ എണ്ണത്തിൽപ്പെട്ട ഒന്നാണ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ വില്യം ലാംഗ്ലാൻഡിന്റെ പിയേഴ്സ് ദി പ്ലൗമാൻ. ഓക്കെ, 15-ാം നൂറ്റാണ്ടില് പ്രിന്റ് ചെയ്യപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ പിയേഴ്സ് ദി പ്ലൗമാൻ എന്ന് പറയുന്നത്. ഓക്കെ, വില്യം ലാംഗ്ലാൻഡിന്റെ ഇതൊക്കെ തന്നെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? സെക്യുലർ പ്രോസില് ഉൾപ്പെട്ടു വരുന്നതാണ്. ഓക്കെ, സോ അത്രയും എന്താണ്? ഹൈലി റിലീജിയസ് ആണ്. ഇനി നമുക്ക് നോക്കാം ഓതേഴ്സ്. അല്ലെ, ഓതേഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് ആര്? ജെഫ്രി ചോസർ. അല്ലെ, ഈ ജെഫ്രി ചോസറിന്റെ കുറച്ച് വർക്കുകളും കൂടി എന്താണ്? സെക്യുലർ പ്രോസ് ആണ്, അഥവാ ഹൈലി റിലീജിയസ് ആണ്. അത് ഏതാ നോക്കിയാലോ? ജെഫ്രി ചോസറുടെ വർക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട പോർഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതാണ്. അതായത് അദ്ദേഹത്തിന്റെ 2 ആസ്ട്രോണമിക്കൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഓക്കെ, ആസ്ട്രോണമിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത 2 വർക്ക് ഉണ്ട്. ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത 2 ആസ്ട്രോണമിക്കൽ വർക്കുകളാണ് ട്രഷർ ഓൺ ദി ആസ്ട്രോബെൽ, അതുപോലെ തന്നെ ദി ഇക്വറ്റോറി ഓഫ് ദി പ്ലാനറ്റ്സ്. ഓക്കെ, ഈ 2 ആസ്ട്രോണമിക്കൽ ട്രാൻസ്ലേഷൻ പ്രോസുകളും എന്താണ്? സെക്യുലർ പ്രോസ് ആണ്. അതായത് അതൊരു മതേതര ഗദ്യമാണ്, ഇദ്ദേഹത്തിൻ്റെതായാൽ പോലും. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻസ് ഓരോ കാലഘട്ടത്തിലും എന്തിനുണ്ടായിരുന്നു? സെക്യുലർ പ്രോസിനുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഈ റിലീജിയസ് ആയിരുന്നു ഈ വർക്കുകളൊക്കെ. ഓക്കെ, സോ ഇത്രയും എക്സാമ്പിൾസ് ആണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്? സെക്യുലർ പ്രോസിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് മതേതര ഗദ്യങ്ങളാണ് ഇവ. ഓക്കെ, മതേതര ഗദ്യങ്ങളുടെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ നമുക്ക് ഇനി മറ്റൊരു അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായത് ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു റിനൈസൻസ്. ഓക്കെ, മിഡീവലിൽ നിന്നും റിനൈസൻസ് നവോത്ഥാനത്തിലേക്കുള്ള ആ ഒരു മാറ്റം അത് എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ട്രാൻസിഷൻ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ് ആണ്. ഈ പ്രിന്റിംഗ് പ്രസ് അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട്, പ്രിന്റിംഗ് പ്രസ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചതെങ്കിലും പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി ആരാണ്? വില്യം കാക്സ്റ്റൺ ആണ്. ആരാണ്? വില്യം കാക്സ്റ്റൺ. അദ്ദേഹമാണ് ഇംഗ്ലണ്ടിലോട്ട് ഈ പ്രിന്റിംഗ് പ്രസ് അഥവാ പ്രിന്റിംഗ് മെഷീന് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അദ്ദേഹം 1476 ഇംഗ്ലണ്ടിലോട്ട് പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആർത്തറിന്റെ മലോറീസ് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകവും അദ്ദേഹം എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു, കൈയോടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ ഇതേ കാലഘട്ടത്താണ് അഥവാ ഇതേ സമയത്താണ് ഹെൻറി ട്യൂഡർ എന്തിൽ വന്നത്? അധികാരത്തിൽ വന്നത്. അതായത് ഹെൻറി 7-ാമൻ. മനസ്സിലായല്ലോ? ഹെൻറി 7-ാമൻ ഇതേ സമയത്ത് തന്നെയാണ് അധികാരത്തിൽ വന്നത്. ഈ ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സമയം അഥവാ ഈ ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, ട്രാൻസിഷൻ അതായത് മിഡീവലിൽ നിന്നും റിനൈസൻസ് നവോത്ഥാനത്തിലോട്ടുള്ള ട്രാൻസിഷൻ ഈ ഒരു കാലഘട്ടത്താണ് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം ഹെൻറി
ഏഴാമൻ പിന്നീട് എന്തായിരുന്നു? പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളൊക്കെ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഭരണമൊക്കെ ഏകദേശം നവോത്ഥാനത്തിന്റെ സ്വാധീനമുള്ള ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെതൊക്കെ. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ നവോത്ഥാനത്തിന്റെ, ഇംഗ്ലണ്ടിൽ നവോത്ഥാനത്തിന്റെ തുടക്കമായിട്ട് കണക്കൂട്ടുന്നത്. ആക്ച്വലി നവോത്ഥാനമൊക്കെ ഒരുപാട് മുൻപ് തുടങ്ങിയതാണ് അല്ലെ, പല ഇറ്റലിയിൽ നിന്നൊക്കെയാണ് അല്ലെ. എന്നാൽ ഇംഗ്ലണ്ടിൽ നവോത്ഥാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മനസ്സിലായല്ലോ? സോ ഈ ഒരു കാലഘട്ടത്തിൽ നിലവിൽ വന്ന അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. ആ വർക്കാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് തോമസ് മോറിന്റെ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ വർക്ക്. ഓക്കെ, ആരാണ്? തോമസ് മോറിന്റെ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ വർക്ക്. അത്രയും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് അല്ലെ. നിങ്ങളിൽ ഒരുപാട് പേര് അത് വായിച്ചു കാണും. നമ്മളെല്ലാവരും വായിച്ചതാണ് കുറെയൊക്കെ. സോ വായിക്കാത്തവരുണ്ടെങ്കിൽ പോയി വായിക്കുക. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഈ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ ഈ ഒരു വർക്ക് ആക്ച്വലി ലാറ്റിനിലായിരുന്നു. ഈ ലാറ്റിനിൽ നിന്നും എന്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി റിനൈസൻസിന്റെ തുടക്കം. അപ്പൊ മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ലെസണിൽ മുഴുവനായിട്ട് നോക്കിയത് എന്താണ്? മതേതര ഗദ്യത്തെ കുറിച്ചാണ്. മനസ്സിലായല്ലോ? എന്താണ്? സെക്കുലർ പ്രോസ്. അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടം, അതായത് റിനൈസൻസിന്റെ ആരംഭം. മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നന്നായി ഒന്ന് SLM ഒന്ന് എടുത്ത് വെച്ച് വായിക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു യൂണിറ്റിൽ കാണാം. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു യൂണിറ്റിൽ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു.